രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാസിപ്പടയെ മുമ്പിൽ നയിച്ച ഒരു വലിയൊരു മനുഷ്യനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ ചർച്ചിൽ കുറെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ചർച്ചിലെ പാസ്റ്ററെ ലൈബ്രറിയിൽ ഒരു ബുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഫ്രഞ്ച് അധിനിവേശത്തിൽ ജർമ്മൻ രാജ്യം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചിന്ത തന്റെ മനസ്സിലേക്ക് കടന്നു. ഈ രാജ്യത്തെ തനിക്ക് രക്ഷിക്കാൻ കഴിയും. സത്യത്തിൽ അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം ഒരു സൺഡേ സ്കൂൾ പയ്യന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു അതിബുദ്ധിയാണ് ഈ ലോക മഹായുദ്ധം പുറപ്പെടാൻ കാരണം. തനിക്കൊരു വായനാശീലം ഉണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടി ആ പുസ്തകം താൻ വായിച്ചു. അതിന്റെ പരിണത ഫലമാണ് രണ്ടാം ലോക മഹായുദ്ധം. ഒത്തിരി പുസ്തകങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. അതൊക്കെ മനുഷ്യന് പ്രചോദനം നൽകുന്നതാണ്. പക്ഷെ അതൊക്കെ നാശത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്കും പ്രകാശവുമാണ്. നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന, നല്ല മാർഗങ്ങളിലേക്ക് നയിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യത അർഹിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ ഇന്ന് ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നു. സഭകളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ ദൈവവചനം പഠിപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്ന നല്ലതാണ്. അത് നല്ല ഭാവിക്ക്, നല്ല ലോക സാമ്രാജ്യങ്ങൾ ഉണ്ടാകേണ്ടതിന് അതൊക്കെ മുഖാന്തരമാകും. വായിക്കുക, നല്ലവരായി തീരുക. ദൈവം സഹായിക്കട്ടെ.